യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറൻ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ വല്ലാഹു റഊഫും ബിൽ ഇബാദ്. ഒരു തജ്വീദ്, എളുപ്പത്തിലുള്ള ഒരു തജ്വീദ് പറയാം. യൗമ തജിദു കുല്ലു നഫ്സിൻ, കുല്ലു നഫ്സിൻ, നഫ്സിൻ എന്നുള്ളിടത്ത് നോക്കുക, രണ്ട് കസറുണ്ട് അല്ലേ, രണ്ട് കസർ. ഇവിടെ തൻവീനാണ് ഇതിന് പറയാം. ഈ തൻവീനിന് ശേഷം മീമ്. നമ്മൾ ഈ തൻവീനിലെ ഒരു കസറത്തിന് നമ്മൾ ഈ മീമുക്ക് കൊടുത്തത് കൊണ്ടാണ് മീമിന് ഷദ് കിട്ടിയത്, അല്ലാതെ മാ എന്നിങ്ങനെ എഴുതൂല. കുല്ലു നഫ്സിമ്മ. അപ്പം എന്തായി? ഇദ്ഗാം ബിഗുന്ന എന്നാണ് ഇവിടെ പറയാം. ഇദ്ഗാം കാമിൽ ബിഗുന്ന എന്ന് പറയും. ഇദ്ഗാം കാമിൽ ബിഗുന്ന എന്നാണ് അതിൻ്റെ തജ്വീദ്. അമിലത്ത് എന്ന് പറയുമ്പോൾ ചെറിയൊരു അമിലത്ത്. മിൻ ഖൈരിൻ എന്നുള്ളിടത്ത് മിൻ നോക്കുക, നൂനുമൽ സുക്കൂന് ഇങ്ങനെ ഇതാണോ, അങ്ങനെ ഒരു അടയാളം കണ്ടില്ല, ഇതാണ് സുക്കൂൻ അറിയണത് അല്ലേ. അപ്പോൾ ഇങ്ങനെ സുക്കൂൻ നിങ്ങൾ നൂനുമ എവിടെ കണ്ടാലും അത് ഇൽഹാർ ചെയ്യാനുള്ളതാണ്. ഇൽഹാർ പറഞ്ഞാൽ അതിൻ്റെ ശബ്ദം ശരിക്ക് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. മിൻ എന്നാണല്ലോ ഇപ്പോൾ വായിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം മിൻ തന്നെ, അതിൻ്റെ അർത്ഥമല്ല അതിൻ്റെ തജ്വീദ് മിൻ ഖൈരിൻ. കാരണം ഈ ഹാ 6 അക്ഷരത്തിൽപ്പെട്ട എന്താ പറയുക, ഇൽഹാറിൻ്റെ 6 അക്ഷരങ്ങളുണ്ട്. അതിൽ ഒരക്ഷരമാണ് ഹാ, അതിൽപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഇൽഹാറാണ്. ഇവിടെ ഇദ്ഗാം കാമിൽ ബിഗുന്നയാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഖൈരിം മുഹ്ളറ എന്ന് പറഞ്ഞിടത്ത് ഇവിടെ നമ്മൾ ഈ ഒരു കസറിനെ ഈ മീമുക്ക് കൊടുത്തപ്പോൾ ആ മീമിന് ഷദ് കിട്ടി. അപ്പോൾ ഇവിടെയും എന്താണ്? ഖൈരിം മുഹ്ളറൻ, ഇദ്ഗാം ബിഗുന്ന. ഉന്ന എന്ന് പറഞ്ഞാൽ മണിക്കുക എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഖൈരിം മുഹ്ളറ, മുഹ്ളറൻ, മുഹ്ളറം വ, മുഹ്ളറം വ എന്നുള്ളിടത്ത് മുഹ്ളറം വ. ഇവിടെ ഇദ്ഗാം ബിഗുന്ന നാക്കിസ് എന്ന് പറയും. അങ്ങനെയാണ് അതിൻ്റെ തജ്വീദ്. ഇദ്ഗാം ബിഗുന്ന നാക്കിസ് എന്ന് പറയും. കാരണം ഇവിടെ ഷദ് ഇടൂല വാവുമ്മൽ. എന്നാൽ മുഹ്ളറം വമ എന്നാണ്, മുഹ്ളറം വമ. അപ്പോൾ ഷദ്ദിൻ്റെ ശബ്ദം കൂട്ടാതെ, എന്നാൽ ഇവിടെ ഷദ് കൂട്ടുന്നുണ്ട്, ഇവിടെ നിന്ന് ഷദ് ഇടൂല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുക, ഇദ്ഗാം ബിഗുന്ന നാക്കിസ്. നാക്കിസ് പറഞ്ഞാൽ ഒരു വസ്തു എണ്ണം കുറഞ്ഞത്, അല്ലെങ്കിൽ ഒന്ന് നാക്കിസാണ്, ഒന്ന് കുറഞ്ഞത് എന്നാണ്, എന്ന പോലെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ തജ്വീദിൽ അത് മനസ്സിലാക്കാം. ഇത് ഇദ്ഗാം ബിഗുന്ന നാക്കിസാണ്. വമാ അമിലത്ത്, ഈ താന് അമിലത്ത് എന്ന് പറയണം. മിൻ സൂഇൻ, കണ്ടോ ഇവിടെ ഈ മീമങ്ങൾ കണ്ടോ, സുക്കൂന് കണ്ടോ? ഇല്ലല്ലോ, സുക്കൂനില്ല. അപ്പോൾ എന്തായി? ഇങ്ങനെ ഖുർആനിൽ നിങ്ങൾ ഇതുപോലെ നൂനിട്ടിട്ട് അതിന്മേൽ സുക്കൂനില്ല എങ്കിൽ അവിടെ മണിച്ചോതാനുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഇതിനെ ഈ സീന് ഇഖ്ഫാഇൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരമാണ്. മിൻ സൂഇൻ, മിൻ തരിമൂക്കിൽ നിന്ന് ഹൈഷൂമ എന്നാണ് അതിന് പറയാം. മിൻ എന്നാണ് ഉള്ളത്. സൂ എന്നുള്ളിടത്ത് എന്താണ്? സൂ എന്നുള്ളിടത്ത് കണ്ടില്ലേ, വാവുമ്മൽ ഒരു മദ് കണ്ടില്ലേ. അപ്പോൾ ഈ വാവ് ഇത് രണ്ടും ഒരൊറ്റ പദമാണ്. ഇത് മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. മദ് മുത്തസിൽ എന്ന് പറയും. അപ്പോൾ മദ് മുത്തസിൽ 4 മുതൽ 5 വരെ നീട്ടുക എന്നുള്ളത് നിർബന്ധമാണ്. 6ഉം നീട്ടാവുന്നതാണ്. ബിസബബിൽ ഹംസത്തി ബഅദ ഹർഫിൽ മദ്ദി ഫി കലിമത്തിൻ വാഹിദത്തിൻ. അതുകൊണ്ടാണ് അത് മദ് മുത്തസിൽ, അത് ഒരു കലിമത്തിലായത്. തവദ്ദു ലൗ അന്ന ബൈനഹ, അന്ന എന്നുള്ള നൂന് മുശദ്ദാണ്. അന്ന ബൈനഹ വ ബൈനഹു അമദൻ ബഈദ, അമദൻ ബഈദ എന്നുള്ളിടത്ത് വ ബൈനഹു എന്നുള്ളിടത്ത് വാവ് കണ്ടില്ലേ, ഇത് സിലത്ത് കുബ്ര എന്നാണ്. സിലത്ത് കുബ്രക്ക് എന്താണ് നിയമം? മദ് മുൻഫസിലിൻ്റെ നിയമമാണ്. 2 മുതൽ 4 വരെ അല്ലെങ്കിൽ 5 വരെ വിരലുകൾ മടക്കുന്നത് അത്ര നീട്ടാവുന്നതാണ്. ഇതിന് സിലത്തുൽ കുബ്ര എന്ന് പറയും.
അമദം ബഈദ എന്നുള്ളിടത്ത് അമദം ബഈദ എന്നുള്ളിടത്ത് കണ്ടോ ഒരു മീം കണ്ടോ. ഇവിടെ ഇഖ്ലാബാണ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ അമദൻ എന്നുള്ളിടത്ത് 2 ഫത്ഹത്ത് ഉണ്ടായിരുന്നു തൻവീന്. അതിൽ ഒന്നിനെ നമ്മൾ കളഞ്ഞിട്ട് അവിടെ മീമാക്കി. അതുകൊണ്ടാണ് അതിനെ മീമാക്കി അമദം ബഈദ ഇഖ്ലാബ് എന്ന് പറയാൻ കാരണം. അതായത് ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ ഒരു കെസ്റിനെയോ തൻവീനിൻ്റെ കെസ്റിനെയോ അല്ലെങ്കിൽ ഫത്ഹത്തിൻ്റെ തൻവീനിൻ്റെ ഫത്ഹത്തിനെയോ അല്ലെങ്കിൽ ലമ്മത്തിനെയോ കളഞ്ഞിട്ട് ഇതുപോലുള്ള മീമ് ചെരിച്ചിട്ട് എഴുതും. എല്ലാ മീമും പറ്റൂല. അങ്ങനെ ഈ രൂപത്തിൽ എഴുതും. അപ്പോൾ അമദം എന്നിട്ട് നമ്മൾ ഈ ഒരു അമദന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മീമിൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ മീമിന് സുക്കൂനിട്ട ശബ്ദത്തിലാണ് നമ്മൾ ഓതുന്നത്. അമദം ബഈദ ഇത് വരിക ഇങ്ങനെ തൻവീനിന് ശേഷം ബാ വരും. ഇതിന് അപ്പോൾ ഇഖ്ലാബിന് ഒരക്ഷരമുള്ളൂ. ബഈദ ഇവിടെ ഖല എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഖല എന്ന് പറഞ്ഞാൽ എന്താണ്? വഖഫ്. പിന്നെ അതാണ് ഉത്തമം. അൽ വഖഫ് ഔല എന്നാണ്. വഖഫാണ് ഉത്തമം. വെക്കാതെ ഓതുന്നത് ശരിയല്ല. അതാണ് ഉത്തമം. വെക്കാതെ ഓതിയാൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ഖല എന്ന് വരുന്നിടത്ത് വെച്ചിട്ട് ഓതുന്നതാണ് ഉത്തമം. വയുഹദ്ദിറുക്കുമുല്ലാഹു ഇവിടെ കൂട്ടി ഓതണം. വയുഹദ്ദിറുക്കും അല്ലാഹു എന്നല്ല. കാരണം ഇതാണ് ഈ അലിഫുമ്മൽ ഒരു സ്വാദിൻ്റെ തല ഉണ്ട്. അതുണ്ടാവുമ്പോൾ ഈ അലിഫ് എന്തായി? വസ്ലിൻ്റെ ഹംസ എന്നാണ് പറയുക. ഹംസത്തുൽ വസ്ൽ എന്നാണ് പറയുക. അപ്പോൾ അമദം ബഈദം വയുഹദ്ദിറുക്കുമുല്ലാഹു നമ്മൾ അള്ളാഹു എന്ന് പറയുന്നില്ല, മുല്ലാഹു എന്നാണ് പറയുന്നത്. നഫ്സഹു ഇവിടെയും കലേ വന്നിട്ടുണ്ട്. കല എന്ന് പറഞ്ഞാൽ അൽ വഖഫ് ഔല. അൽ വഖഫ് ഔല വൽ വസ്ൽ ജായിസ്. വെക്കാതെ ഓതുന്നത് ജായിസാണ്, എന്നാൽ വെക്കുന്നതാണ് ഉത്തമം. വല്ലാഹു റഊഫും ബിൽ ഇബാദ് ഇവിടെ വല്ലാഹു എന്നുള്ളടത്തും ഈ അലിഫ് എന്താണ്? അത് ഹംസത്തുൽ വസ്ലാണ്. റഊഫും എന്നുള്ളടത്ത് ഇവിടെ 2 ലമ്മുണ്ടായിരുന്നു. നമ്മൾ ഒരു ലമ്മ് എടുത്തിട്ട് ആർക്ക് കൊടുത്തു? ലമ്മ് മറിച്ച് വെച്ചു. എന്നിട്ട് അവിടെ മീമിനെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഒന്നിനെ കളഞ്ഞു എന്നിട്ട് മീമിനെ കൊണ്ടുവന്നു അതുകൊണ്ടാണ് അവിടെ ഇഖ്ലാബ് എന്ന് പറയുന്നത്. ഇഖ്ലാബ് സയ്യാറത്തും കല്ലാബ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? മറിച്ചിടുക എന്നാണ് ശരിക്കർത്ഥം. അപ്പോൾ നമ്മൾ ഒരു ലമ്മിനെ മറിച്ചിട്ടു. അപ്പോൾ ഇവിടെ ലമ്മത്തിൻ്റെ തൻവീന. നേരത്തെ ഇവിടെ വന്നത് ഫത്ഹത്തിൻ്റെ തൻവീന, ഇവിടെ ലമ്മത്തിൻ്റെ തൻവീന. ഇവിടെയും ബാ വന്നു. അപ്പോൾ ഇവിടെ ഇഖ്ലാബാണ്. റഊഫും ബിൽ ഇബാദ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഇനി നമുക്ക് പിന്നീട് പഠിക്കാം.